അല്ല, ഇതാരും ഗിരിയേട്ടനോ? അർജുൻ തൂമ്പ നിലത്തേക്കിട്ട് മുറ്റത്തേക്ക് ചെന്നു. പാ ടീച്ചറെ. അർജുൻ വിനയത്തോടെ ക്ഷണിച്ചു. അമൃത പകച്ചു നിൽക്കുകയാണ്. അർജുൻ ക്ലീനിങ് ആയിരുന്നോ? ആ, ചെറുതായിട്ട്. മൊത്തം കാട് പിടിച്ചിടക്കായിരുന്നു. അവൻ അമൃതയുടെ നേരെ തിരിഞ്ഞു. ചേച്ചി എന്ന് അന്തം വിട്ടിക്കുന്നു. വീട്ടിലെ ആളുവെന്നുണ്ടില്ലേ, പോയി ചായിട്. ഒരു കാരണവരുടെ ഭാവത്തോട് അർജുൻ പറയുന്ന കേട്ടപ്പോൾ അവൾ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന അർത്ഥത്തിൽ അവനെ നോക്കി. പിന്നെ വേഗത്തിൽ അടുക്കള ഭാഗത്തേക്ക് നടന്നു. സുജാതയും ഗിരിയും വീടിനകത്തേക്ക് കയറി. സുമതി കട്ടിൽ കിടക്കുകയാണ്. അതിഥികളെ കണ്ടതും അവർ എഴുന്നേൽക്കാൻ ഭാവിച്ചു. വേണ്ട, കിടന്നു. സുജാത തടഞ്ഞു. പിന്നെ അവിടെ അരികിലിരുന്നു. ഗിരി ചുമരും ചാരി നിൽക്കുകയാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് സുമേ? കുഴപ്പമില്ല. ഇടയ്ക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വരും. അപ്പൊ തോന്നും ചത്താ മതിയെന്ന്. ഇതുങ്ങളെ വെറുതെ കഷ്ടപ്പെടുത്തണ്ടല്ലോ. അവരുടെ സ്വരം നേർത്തിരുന്നു. തലമുട്ടയടിച്ച് മെലിഞ്ഞുണങ്ങി എല്ലും തോലുമായി അവരെ കണ്ടപ്പോൾ ഗിരിക്ക് സഹതാപം തോന്നി. നീ പോയാ പിന്നെ ഈ കുട്ടികൾക്ക് ആരാവുള്ളു? അതറിയാവുന്നോണ്ടല്ലേ അവർ നിന്നെ പൊന്നുപോലെ നോക്കുന്നു. സുമതി സുജാതയുടെ കയ്യിൽ പിടിച്ചു. എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ. ഞാനും കൂടി ചേർന്ന ഗിരിയെയും അമ്മുവിനെയും പിരിച്ചത്. എൻ്റെ മോൾ ഒത്തിരി അനുഭവിച്ച് മാത്രം വെച്ചു. അതൊക്കെ കഴിഞ്ഞില്ലേ സുമി? സംഭവിച്ചൊന്നും മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. കാണാൻ വന്നതിൽ ഒത്തിരി സന്തോഷം. ഇങ്ങോട്ടങ്ങനെ ആരും വരാറില്ല. ഏട്ടൻ വല്ലപ്പോഴും വിളിക്കും. എല്ലാവർക്കും അവരുടേതായ തിരക്കുള്ളൂ. അവർ ഗിരിയെ നോക്കി. മോനെ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അവൻ അവരുടെ അടുത്തേക്ക് നടന്നു. എനിക്ക് യാതൊരു ദേഷ്യമുള്ള സുമേശി, അതൊന്നോർത്ത് വെറുതെ മനസ്സ് വിഷമിക്കണ്ട. അർജുൻ മേലെ അടുക്കളയിലേക്ക് ചെന്നു. അമൃത ചായ ഉണ്ടാക്കിയാണ്. അവനൊരു പ്ലേറ്റിലേക്ക് റിബൺ കേക്കും മറ്റൊന്നിൽ മിക്സ്ചർ എടുത്ത് വെച്ചു. ഇത് മതിയാവില്ല ചേച്ചി, നമ്മുടെ ഗിരിയേട്ടനല്ലേ, അഡ്ജസ്റ്റ് ചെയ്യും. എന്താണ് ഇവിടെ നടക്കുന്നേ? അമൃത കണ്ണുരുട്ടി. എന്ത്? ഇതുവരെ വരാത്ത ആളുകളൊക്കെ അമ്മയെ കാണാൻ വരുന്നു. അടുക്കളയിൽ പലഹാരത്തിൻ്റെ ഒരു തരി പോലും ബാക്കി വെക്കാതെ നീ അതൊക്കെ വാങ്ങി വെക്കുന്നു. അല്ല, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഒന്നുമില്ല. ഈ ചേച്ചിക്ക് എന്താ? നീ കളിക്കില്ലേടാ, സത്യം പറ. ഇവർ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നോ? ആ, ഗിരിയേട്ടൻ എന്നല്ല പറഞ്ഞിരുന്നു. അവൻ്റെ ഒരു ഗിരിയേട്ടൻ എപ്പോഴാടാ എനിക്ക് ബഹുമാനൊക്കെ തുടങ്ങിയത്? അങ്ങനെ പണ്ട് കണ്ണെടുത്ത കണ്ടുകൂടായിരുന്നല്ലോ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. അർജുൻ അവിടെ ഇരുചുമലിലും കൈവച്ചു. എനിക്ക് 18 വയസ്സാവുന്നില്ലേ ഉള്ളൂ. ഞാൻ ചേച്ചിയുടെ അനിയനാ. പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് ഏട്ടനാവേണ്ടി വരും. കുറേ ആയില്ലേ എൻ്റെ ചേച്ചി പെണ്ണ് ഞങ്ങൾക്കൊക്കെ വേണ്ടി അനുഭവിക്കുന്നു. മതി. ഞാൻ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് നടക്കും. അങ്ങനെയെങ്കിലും ഇത്രയും കാലം ചെയ്ത തെറ്റുകൾക്ക് ഒരു പ്രായശ്ചിത്താവട്ടെ. കുടുംബശ്രീയിലെ പെണ്ണുങ്ങൾ എന്നെപ്പറ്റി നല്ല പറയുന്നതിൽ ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അജു, അതൊന്നും നടക്കില്ല. നടത്താനാണല്ലോ ഞാൻ. അവളെന്തോ പറയാൻ ഭാവിച്ച അർജുൻ തടഞ്ഞു. പിന്നെ ഗ്ലാസ്സുകളിൽ ചായ പേർന്ന് ഒരു ട്രേയിൽ വെച്ച് പലഹാര പാത്രങ്ങളും അതിൽ വെച്ച് എടുത്ത് അവൾക്ക് നീട്ടി. കൊണ്ടുകൊടുക്ക്. അവൾ ദയനീയമായി അവനെ നോക്കി. പ്ലീസ് ചേച്ചി, ഞാനല്ലേ പറയുന്നേ. ഗത്യന്തരമില്ലാതെ അമൃത അത് വാങ്ങി അമ്മയുടെ മുറിയിലേക്ക് ചെന്നു. ചായ കുടിക്ക്. മുഖം പ്രസന്നമാകാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. സുജാത ചിരിയോടെ അവൾ നോക്കിയൊരു ഗ്ലാസ് എടുത്തു. സുഖാണോ മോളെ? അവൾ അതേന്ന് തലയാട്ടി. ഗിരി അർജുൻ്റെ മുറിയിലായിരുന്നു. ഉറക്കാത്ത ചുവടുകളോടെ അവൾ അങ്ങോട്ട് നടന്നു. അവൻ ബെഡിൽ നിന്നൊരു മാസിക വായിക്കുകയായിരുന്നു. ചായ. ഗിരി തലയുയർത്തി. പിന്നെ ചായ ഗ്ലാസ് എടുത്തു. ഇന്ന് ഓഫാണോ? അതെ. അടുത്ത ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ശ്രമിച്ചുകൂടെ? ഇത്രയും ദൂരത്തെ യാത്ര ഒഴിവാക്കാലോ. ശ്രമിക്കുന്നുണ്ട്. അഭിഷേക് വിളിക്കാറില്ലേ? ആ, വല്ലപ്പോഴും അമ്മയെ വിളിക്കും. പിന്നെ നീണ്ട മൗനം. ചായ കുടി തീർത്ത് അവൻ ഗ്ലാസ് തിരികെ നൽകി. അവൾ പുറത്തിറങ്ങാൻ തുടങ്ങി. അമ്മു. അവൻ്റെ വിളി. അമൃതയുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. പക്ഷെ അവൾ തിരിഞ്ഞില്ല. അതേ നിൽപ്പ് തുറന്നു. ഞങ്ങൾ വന്ന് അറിയാൻ ഗിരിയേട്ടാ. പക്ഷെ വേണ്ട. അന്ന് സൈന്യത്തെയോട് പറഞ്ഞു തന്നെയാ ഇന്നും പറയാനുള്ളത്. നടക്കില്ല. അതിൻ്റെ കാരണം ഞാൻ ചോദിച്ചു. ഞാൻ ഗിരിയേട്ടന് ചേരില്ല. അത് തന്നെ കാരണം. ഗിരിപതി അവളുടെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ ശ്വാസം തൻ്റെ പിൻകഴുത്തിൽ പതിയുന്നറിഞ്ഞതോടെ ഹൃദയഭിത്തികൾ ഭേദിച്ച് രക്തം പുറത്തേക്ക് ഒഴുകുമെന്ന് അമൃത ഭയന്നു. അമ്മ പോലും എന്നോട് ക്ഷമിച്ചു. എന്നിട്ടും നിനക്കതിന് കഴിയുന്നില്ലേ അമ്മ? ഗിരിയേട്ടനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ആരെയോ ചേർന്ന് എൻ്റെ വിധി തീരുമാനിച്ചു. ഞാൻ ഇങ്ങനെയായി. ആ ജീവിതത്തിലേക്ക് എനിക്ക് ഗിരിയേട്ടനെ വലിച്ചിടാൻ വയ്യ. ആർക്കും ശല്യാവാതെ ഞാൻ എങ്ങനെയും കഴിഞ്ഞോട്ടെ. അങ്ങനെ നിന്നെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ? ഗിരി പുറകിലൂടെ അവളെ കെട്ടിപ്പിടിച്ചു. അവൾക്ക് കുതിരി മാറാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. 5 വർഷമായില്ലേടി 2 ഇടങ്ങളിൽ നമ്മളിങ്ങനെ കിടന്ന് ഉരുകുന്നു. മതി. ഇനി അങ്ങോട്ട് എനിക്ക് നിന്നെ വേണം. അവൾ പിടഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ തളർന്ന് തോൽവി സമ്മതിച്ച അവളെ ഗിരി തിരിച്ചിർത്തി മാറോട് ചേർത്തു. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി സ്വപ്നങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ടാമോ ഈ നാട്ടിൽ? ചിലർക്കൊക്കെ അതുകൊണ്ട് നല്ല വന്നിട്ടുണ്ടാവും. എന്നാൽ മറ്റു ചിലർക്ക് നമ്മുടെ അതേ വിധിയായിരിക്കും. ദൈവം വീണ്ടും ഒരു അവസരം നമുക്ക് തന്നു. വേണ്ടെന്ന് പറയില്ലേടി. എനിക്ക് നീലാ ജീവിക്കാൻ പറ്റുന്നില്ല. അമൃത പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ മാറിൽ മുഖമമർത്തി. കുമാരേട്ടനുണ്ടായിരുന്നെങ്കിൽ നമുക്കിതൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ഗദ്ഗതത്തോടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഗിരി അവൾ ഇറുകെപ്പുണർന്നു. അമ്മു സമ്മതിക്കുമോ? സുജാത ആശങ്കയോടെ അർജുനെ നോക്കി. സമ്മതിപ്പിക്കും. ചേച്ചിക്ക് ഇന്ന് ഗിരിയേട്ടനെ ഇഷ്ടമാണ്. അഭിഷേക് പ്രശ്നം ഉണ്ടാക്കില്ലേ മോനെ? അങ്ങനോട് പോകാൻ പറ.
ഓരോരുത്തർക്കും അവരവരുടെ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? കുടുംബ പാരമ്പര്യം, കുലമഹിമ, കോപ്പ് അതും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒത്തിരി മുറ്റത്ത് കയറിയാ മുട്ടുകാരെ ഞാൻ തല്ലിയൊടിക്കും. അമ്മ ഈ അവസ്ഥയിലായിട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരുത്തരും ഇനി ഇവിടുത്തെ കാര്യങ്ങൾ ഇടപെടണ്ട. തന്റെ ഏട്ടനെയാണ് അവൻ ഉദ്ദേശിച്ചെന്നറിഞ്ഞിട്ടും സുമതി പുഞ്ചിരിച്ചതേയുള്ളൂ. അപ്പുറത്തെ മുറിയിൽ അമൃതയുടെ കരച്ചിൽ നേർത്തു വന്നു. അപ്പോഴവൾ ഗിരിയുടെ മാറിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണ്. 5 വർഷത്തെ പരാതിയും പരിഭവങ്ങളും വേദനകളും കണ്ണുനീരിന്റെ ഭാഷയിൽ അവർ പങ്കുവെച്ചു. അമ്മു, എന്തോ? അന്ന് പോലീസ് സ്റ്റേഷനിൽ കണ്ട എസ് ഐ ഇല്ലേ, രഞ്ജിത്ത് സാറ്, പുള്ളി എനിക്കൊരു ഓഫർ തന്നിട്ടുണ്ട്. എന്ത്? ഒരു തിരക്കഥ എഴുതാൻ അഡ്വാൻസും കിട്ടി. കൊള്ളാലോ, സിനിമയ്ക്കാണോ? അതെ, നമ്മുടെ കഥ അങ്ങ് എഴുതിയാലൂടി. ആളുകൾ മനസ്സൊന്ന് തണുപ്പിക്കാനാണ് സിനിമ കാണുന്നത്. നമ്മുടെ ഈ ദുരന്ത കഥയ്ക്ക് 8 നിലയിൽ പൊട്ടു. എന്നാ വേണ്ടല്ലേ? ഞാൻ കാര്യം ചോദിച്ചിട്ട് ഗിരിയേട്ടാ. എന്താ? അർജുൻ എങ്ങനെയാ മാറ്റിയെടുത്ത്? നിനക്ക് അവനോട് ചോദിക്കായിരുന്നില്ലേ? പലതവണ ചോദിച്ചു, അവൻ പറയുന്നില്ല. അതത്ര വലിയ ആനക്കാര്യമൊന്നുമില്ല. നിന്റെ അനിയന് സ്കൂളിലൊരു പ്രേമം, ഒരു പെണ്ണിനോട്. ആ പെണ്ണിനോട് ഇവന്റെ ഒരു കൂട്ടുകാരനും പ്രേമം. എടാ ഭയങ്കര. എന്നിട്ട് ഇവന്റെ കൂടെ നടന്നിട്ട് മറ്റവൻ ആ പെണ്ണിനെ വളച്ചെടുത്തു. ഇതറിഞ്ഞ ഇവൻ പോയി അവനെ തല്ലി. സ്കൂളിൽ പ്രശ്നമായി. രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു. തല്ലുകൊണ്ടവന്റെ ചേട്ടനും കൂട്ടുകാരും ഇവനെ തിരിച്ചടിക്കുന്നു കേട്ടോടെ ബാക്കിയുള്ള ഫ്രണ്ട്സ് മുങ്ങി. നന്നായി, അങ്ങനെ തന്നെ വേണം. എന്നിട്ട് ഇവനിവിടെ വന്ന് എന്നോട് പറയാൻ പറ്റുമോ? സ്കൂളിൽ പോകാനും വയ്യ, ഇവിടെ ഇരിക്കാനും വയ്യ. ചെറുക്കം വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി. ഇവന്റെ ക്ലാസ്സിലൊരു പെൺകുട്ടിയുടെ അച്ഛൻ എൻ്റെ ഒരു പരിചയക്കാരനാണ്. വേറൊരു ആവശ്യത്തിന് ഞാനൊരു വീട്ടിൽ പോയപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. മറ്റേ തല്ലുകൊണ്ട് ചെക്കൻ്റെ ഏട്ടൻ ഇച്ചിരി അലമ്പ. ഇവനെ കിട്ടിയാൽ നല്ലത് കൊടുക്കും. ഞാനിവനെ പിടിച്ചെടുത്ത് കാര്യങ്ങൾ ചോദിച്ചു. ആദ്യമൊന്നും പറയാൻ കൂട്ടാക്കിയില്ല. പണ്ടത്തെ അതേ ദേഷ്യം ജാട ഒടുക്കാൻ കരണത്തൊന്നും പൊട്ടിച്ചു. അതോടെ എല്ലാം തത്ത പറയുന്ന പോലെ പറഞ്ഞു. ആദ്യം ഞാനവൻ്റെ സ്കൂളിൽ പോയി. ചേച്ചിയുടെ ഭർത്താവാണ്, വീട്ടിലെ കാര്യങ്ങൾ നോക്കിയെടുത്തത് ഞാനാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ കാലുപിടിച്ച് സോൾവ് ആക്കി. പിന്നെ രഞ്ജിത്ത് സാറിനെ കൊണ്ട് മറ്റേ പാർട്ടിയോട് സംസാരിച്ച് ഒതുക്കി തീർത്തു. അതിനുശേഷം നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി 1.5 മണിക്കൂർ ഉപദേശിച്ചപ്പോൾ അവന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇത്രയും സംഭവിച്ചുള്ളൂ. മൊട്ടേന്ന് വിരിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും പ്രേമം 2 കിട്ടണമായിരുന്നു. പാവാടി, എത്ര ഉപദേശിച്ചിട്ട് നന്നാവാത്ത പിള്ളേരില്ലേ. അവനിപ്പോൾ ഈ ലോകത്തെ ഏറ്റവും വലുത് അമ്മയും ചേച്ചിയുവാ. പിന്നെ പ്രേമത്തിന്റെ കാര്യം, അത് ഏത് പ്രായത്തിൽ വരുന്ന ആർക്കും പറയാൻ പറ്റില്ല. ചെമ്പകപ്പൂ പെറുക്കാൻ വരുന്ന 5ാം ക്ലാസ്സുകാരിയോട് എനിക്ക് തോന്നിയതും പ്രേമാവാം. തിരിച്ചറിയാൻ വൈകിന്ന് മാത്രം. അവൻ അമൃതയുടെ നെറുകിൽ അധരങ്ങൾ അമർത്തി. പ്രദീപേട്ടന് വണ്ടി വിളിച്ച് നമുക്കൊരു സ്ഥലം വരെ പോകണം. ഞാനും നീയും അർജുനും നമ്മുടെ അമ്മമാരും. എവിടേക്ക്? പണ്ടൊരുപാട് കൊതിച്ചിട്ടും കൊണ്ടുപോകാൻ ആളില്ലാതെ ഞാൻ മാറ്റിവെച്ചൊരാഗ്രഹം. പിന്നീട് അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും പോയിട്ടില്ല. ഗുരുവായൂർ കണ്ണനെ കാണാൻ. ആ നടയിൽ വെച്ച് നിന്റെ കഴുത്തിൽ എനിക്കൊരു താലി കെട്ടണം. തിരിച്ചു വന്ന് വളരെ ചുരുക്കം പേർക്കൊരു സദ്യ. അവളൊന്നും മിണ്ടാതെ അവന്റെ മാറിലെ ചൂട് ആസ്വദിച്ച് നിൽക്കുകയാണ്. ഇതുവരെ നടന്നൊക്കെ മറന്നേക്ക്. നമുക്ക് നമ്മുടെ അമ്പലവിടുത്തെ ചെമ്പകമരവും ആമ്പൽക്കുളമൊക്കെ മദീനെ അങ്ങോട്ട്. അമൃത മുഖമുയർത്തി അവനെ നോക്കി. അവൻ പ്രണയത്തോടെ അവളുടെ ചുണ്ടുകളിൽ ചുംബിച്ചു. മുറിയിലേക്ക് വരികയായിരുന്ന അർജുൻ അതുകൊണ്ട് പുറകിലേക്ക് വലിഞ്ഞു. പിന്നെ നേരത്തെ ചിരിയോടെ മുറ്റത്തേക്ക് ഇറങ്ങി. തണുത്ത കാറ്റ് അവനെ തഴുകിക്കൊണ്ട് വീടിനകത്തേക്ക് കടന്നുപോയി. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പക്ഷേ അത് സന്തോഷം കൊണ്ടായിരുന്നു എന്ന് മാത്രം. സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങുകയാണ്. സന്തോഷകരമായ ഒരു പ്രഭാതത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. സീതയെ തേടി നടന്നേ, താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ടു. താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ടോ. സങ്കടം കൊണ്ടു പിടഞ്ഞേ, നീലക്കണ്ണുകൾ രണ്ടും നിറഞ്ഞേ. സങ്കടം കൊണ്ടു പിടഞ്ഞേ, നീലക്കണ്ണുകൾ രണ്ടും നിറഞ്ഞേ. ആർമിസേ, അപ്പം നമ്മുടെ ഈ സ്റ്റോറി ഇവിടെ തീരുകയാണ്. അടുത്തൊരു നല്ലൊരു സ്റ്റോറി ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. പിന്നെ നമ്മളുടെ ഡെവിൾസ് ലവ് അതിൻ്റെ എപ്പിസോഡ് ഞാൻ പരമാവധി പെട്ടെന്ന് ഇടാൻ നോക്കാം. എല്ലാവരും ചോദിക്കുന്നുണ്ട് എപ്പിസോഡ് വേഗം ഇടാവോ എന്ന്. ഞാൻ ഇടാം, എന്നെക്കൊണ്ട് പറ്റുന്നത്രയും എഡിറ്റ് ചെയ്ത് ഞാൻ ഇടാൻ നോക്കാം. അപ്പോൾ എല്ലാവരും ഇനിയും എപ്പിസോഡ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പിന്നെ എല്ലാവരും മറക്കാതെ കമൻറ്റ് കൂടി ചെയ്യുക എപ്പിസോഡ് ഇഷ്ടമായോ എന്ന്.